തിരുസഭ 64. All glory be to the Father, and to the Son, and to the Holy Spirit, as it was in the beginning, is now, and ever shall be, world without end. Amen. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് നിങ്ങൾ ഓരോരുത്തരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനം ഹോസിയ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 14-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ തിരുലിഖിതമാണ്. കുറ്റം ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരിക. അവിടുത്തോട് പറയുക, അകൃത്യങ്ങൾ അകറ്റണമേ, നന്മയായത് അവിടുന്ന് സ്വീകരിച്ചാലും ഞങ്ങളുടെ അത്തരഫലങ്ങൾ ഞങ്ങൾ അർപ്പിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, അനുതാപത്തിൻ്റെയും ഒരു നവജീവിതത്തിൻ്റെയും ഒരനുഭവത്തിലേക്ക് ഈ വചനങ്ങളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ വിളിക്കുകയാണ്. എല്ലാ ദിവസവും നമ്മുടെ മനസാക്ഷിയെ ഒന്ന് പരിശോധിക്കുവാനും ദൈവഹിതത്തിനെതിരായോ ഇല്ലെങ്കിൽ ദൈവഹിതപ്രകാരം പ്രേരണകൾ ലഭിച്ചിട്ട് അതിനോട് സഹകരിക്കാതെയോ ഒക്കെ ഇരുന്ന ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളുണ്ടെങ്കിൽ എല്ലാ ദിവസവും അത് ഏറ്റുപറഞ്ഞ് മാപ്പപേക്ഷിച്ച് ഒരു നവജീവിതത്തിലേക്ക് എത്തപ്പെടുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ വിളിക്കുകയാണ്. ക്രൈസ്തവൻ്റെ ജീവിതം, സഹോദരങ്ങളെ, എല്ലാ നിമിഷവും നവീകരിക്കപ്പെടേണ്ട ഒരു ജീവിതമാണ്. വല്ലപ്പോഴും ധ്യാനം കൂടുമ്പോഴല്ല, വർഷത്തിലൊരിക്കലും നമ്മുടെ ധ്യാനത്തിൻ്റെ സമയത്തല്ല, ഞായറാഴ്ച ദിവസം പള്ളിയിൽ പോകുമ്പോഴല്ല മാത്രമല്ല, അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും പ്രാർത്ഥനാനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമല്ല, മറിച്ച് നമ്മൾ 24/7 ക്രിസ്ത്യൻസാണ്. നമ്മുടെ ആത്മാവ് എല്ലാ നിമിഷവും ദൈവമായിട്ടൊന്ന് ഒട്ടിച്ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ദൈവാനുഭവം നമ്മുടെ ആത്മാവ് എല്ലാ നിമിഷവും ആഗ്രഹിക്കുക. ഒരു നവീകരണം, മനസ്സിൻ്റെ നവീകരണം, ഒരു നവജീവിതം നമ്മുടെ ആത്മാവ് എല്ലാ ദിവസവും ആഗ്രഹിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മൊബൈൽ ടവറിനെ അന്വേഷിക്കുന്നത് പോലെ, നെറ്റ്വർക്കുള്ള ടവറിനെ അന്വേഷിക്കുന്നത് പോലെയാണ് നമ്മുടെ ആത്മാവ് ദൈവത്തെ അന്വേഷിക്കുന്നത്. എന്നാൽ ആത്മാവിൻ്റെ ഈ അന്വേഷണം ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും സീരിയസ് ആയിട്ട് എടുക്കാറില്ല. അതുകൊണ്ട് പലപ്പോഴും സംഭവിക്കുന്ന ഇപ്രകാരമാണ്: ഒരു നവീകരണത്തിലേക്ക് ആത്മാവ് നമ്മൾ ക്ഷണിക്കുമ്പോൾ, ആത്മാവ് ആഗ്രഹിക്കുമ്പോൾ, എൻ്റെ മനസ്സല്ലെങ്കിൽ ചിന്ത ഇപ്രകാരം പറയും, ഞാൻ വലിയ പാപമൊന്നും ചെയ്യുന്നില്ലല്ലോ, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളല്ലേ. അതുകൊണ്ട് ഞാൻ അത്യാവശ്യം പള്ളിയിലൊക്കെ പോകുന്നുണ്ട്, ഞായറാഴ്ച ദിവസങ്ങൾ പോയി കുർബാന അർപ്പിക്കുന്നുണ്ട്, ഞാൻ കുമ്പസാരിക്കുന്നുണ്ട്, ഇടയ്ക്ക് കുമ്പസാരിക്കാറുണ്ട്, പിന്നെ ഞാൻ അത്യാവശ്യമൊക്കെ ദശാംശം കൊടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, ഇങ്ങനെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ ഞാൻ എന്ത് പാപം ചെയ്യാനാണ്? ചില സഹോദരങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അച്ഛാ വലിയ പാപമൊന്നുമില്ല, കുമ്പസാരിച്ചിട്ട് 3 വർഷമായി, 2-3 കൊച്ചു കൊച്ചു പാപങ്ങൾ പറയും. ഇതൊക്കെ അനുതാപമില്ലാത്ത പാപത്തിൻ്റെ വലിയ കെട്ടുകളിൽ കിടക്കുന്ന വ്യക്തികൾക്കാണ് ഞാൻ വലിയ പാപമില്ലല്ലോ എന്നുള്ള ചിന്ത സാത്താൻ നൽകുന്നത്, എനിക്ക് വലിയ പാപമൊന്നുമില്ലല്ലോ എന്ന ചിന്ത നൽകുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, മൂലപാപങ്ങളായ അഹങ്കാരം, ദ്രവ്യഭക്തി, അസൂയ, കോപം, മോഹം, കൊതി, അലസത, മടി തുടങ്ങിയ മൂലപാപങ്ങൾ ബന്ധിച്ചിട്ടിരിക്കുന്ന സഹോദരങ്ങൾ പലപ്പോഴും ചിന്തിക്കും, ഞാൻ വലിയ പാവമൊന്നും ചെയ്യുന്നില്ലല്ലോ, എനിക്ക് വലിയ പാവമൊന്നുമില്ലല്ലോ, കുമ്പസാരിക്കാൻ പോകുമ്പോൾ പോലും ഈ പാവങ്ങളൊന്നും ഏറ്റു പറയാറില്ല എന്ന് സംഭവിക്കുന്ന ഇപ്രകാരമാണ്. ഈ ചിലന്തി വലയിൽ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്ന പോലെ ഈ പാപങ്ങളെല്ലാം നമ്മളിങ്ങനെ കെട്ടി അവസാനം ഒന്നുമല്ലാത്തൊരു സ്ഥലത്തെത്തിക്കും. എന്നിട്ടും കുമ്പസാരിക്കാൻ പോകുമ്പോഴും ഞാൻ വലിയ പാപവും ചെയ്യുന്നില്ലല്ലോ, ഞാൻ വലിയ പാപിയൊന്നുമല്ലല്ലോ, പിന്നെ എന്താ ഇങ്ങനെയുള്ളൊരു വലിയ അനുഭവത്തിലൂടെ ഞാൻ കടന്നു പോകുന്നതെന്നൊക്കെ ചിന്തിച്ച് സ്വയം ന്യായീകരിച്ച് മുന്നോട്ട് പോകുന്ന അവസ്ഥ ഇന്ന് മനുഷ്യൻ്റെ വലിയൊരു അപകടകരമായ സാഹചര്യത്തിൽ മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന ഒരു സാഹചര്യമാണിത്. എനിക്ക് വലിയ പാപമൊന്നുമില്ലല്ലോ എന്ന ചിന്ത. ഇന്ന് കർത്താവ് വിളിക്കുന്ന ഇപ്രകാരമാണ്. ഹോസിയ 14:2 കുറ്റം ഏറ്റുപറഞ്ഞ് നീ കർത്താവിൻ്റെ അടുത്തേക്ക് തിരിച്ചു വരിക. കുറ്റം ഏറ്റുപറയുവാൻ നാം തയ്യാറാകാൻ കർത്താവ് വിളിക്കുക. മനുഷ്യൻ്റെ മുൻപിൽ, ഒരു വൈദികൻ്റെ മുൻപിൽ കുറ്റം ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വരുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ദൈവത്തിൻ്റെ മുൻപിലാണ് അത് ഏറ്റുപറയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സെമിനാറിലൊക്കെ ചേർന്ന സമയത്ത് എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് എക്സാമിനേഷൻ ഓഫ് കോൺഷ്യൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ മനസാക്ഷി ഒന്ന് പരിശോധിക്കുക. അന്ന് ദൈവത്തെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഏതെങ്കിലും സഹോദരങ്ങൾ എൻ്റെ വാക്കിലൂടെ പുറത്തിൽ വേദനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ചെയ്യാവുന്ന ഒരു നന്മ ഞാനിന്ന് ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിച്ച് പിറ്റേ ദിവസം ഒരു നവീകരണത്തിലൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തപ്പെടുവാനുള്ള ഒരു
പ്രിപ്പറേഷൻസാണ് എക്സാമിനേഷൻ ഓഫ് കോൺഷ്യൻസ്. നമ്മുടെ ക്രൈസ്തവരായ നമ്മൾ ഓരോരുത്തരും ഇന്നും എന്നും എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ മനസാക്ഷി ഒന്ന് പരിശോധിച്ച് ചിന്തിക്കണം. എൻ്റെ കർത്താവിൻ്റെ മുൻപിൽ ഏറ്റുപറയാൻ എന്തെങ്കിലും കുറ്റം എനിക്കുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് അടുത്ത ദിവസം അതിൽ പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ട കടമ. പലപ്പോഴും സഹോദരങ്ങളെ, നമ്മുടെ സഹോദരങ്ങളുമായിട്ടുള്ള വ്യക്തിബന്ധങ്ങളിലാണ് ഞാൻ എന്നെ തന്നെ എപ്പോഴും ന്യായീകരിക്കുക. എൻ്റെ വാക്കിലൂടെ മറ്റവർ വേദനിച്ച നിമിഷങ്ങൾ അവൻ തെറ്റ് ചെയ്തുകൊണ്ടല്ലേ, ഇല്ല അവൾ അത് അങ്ങനെ പറഞ്ഞതുകൊണ്ടല്ലേ എന്നൊക്കെ ന്യായീകരിച്ച് പാപത്തിൻ്റെ ചെളിക്കൂറ്റിൽ കഴിയുന്ന അവസ്ഥ, അതിൽ നിന്നൊക്കെ പുറത്തു വന്ന് ഇന്ന് പരിശുദ്ധാത്മ നമ്മുടെ പറയുക, മക്കളെ നിങ്ങൾ കുറ്റമേറ്റ് പറഞ്ഞ് ദൈവത്തിലേക്ക് തിരിച്ചു വരിക. അവിടുത്തോട് പറയണം, അകൃത്യങ്ങൾ അകറ്റണമേ എന്ന്. നന്മയായത് അവിടുന്ന് സ്വീകരിച്ചാൽ, നമ്മൾ പല നന്മയുണ്ട്, ദൈവമേ എന്തെങ്കിലും നന്മയുണ്ടെന്ന് നീ സ്വീകരിക്കണം, എൻ്റെ അകൃത്യങ്ങളെ അകറ്റണം. അങ്ങനെ ഒരു നവജീവിതത്തിലേക്ക്, ഒരു നവീകരണത്തിലേക്ക് എല്ലാ ദിവസവും എന്നെ നയിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകൾ പൂർണ്ണമായി സഹകരിച്ച് മുന്നോട്ട് പോകാനുള്ള കൃപ സർവശക്തനായ ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. സലേഷ്യൻസ് ഡോൺ ബോസ്കോ സഭയിലെ ഫാദർ സിറിൽ ഇടമന.